ആദ്യം കള്ള് കട്ടക്കള്ളനെ കുറിച്ചാണ്. പക്ഷേ ഈ കള്ള് കക്ക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30 ലിറ്റർ കള്ളാണ് അടിച്ചുകൊണ്ട് പോയത്. കള്ള് മാത്രമല്ല, ഈ കള്ളാണ് മോഷ്ടിച്ചെങ്കിലും നല്ല ബോധത്തോടെയാണ് മോഷണം. അതുകൊണ്ട് തന്നെ ആരും പിടിക്കരുതെന്ന് ഉറപ്പിച്ചുകൊണ്ട് കമ്പ്യൂട്ടറും ഹാർഡ് ഡിസ്കും CCTV ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടി ആ സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ടാണ് കള്ളൻ പോയത്. പലതരത്തിലുള്ള മോഷണ കഥകൾ എല്ലാ കാലത്തും കേൾക്കാറുണ്ട്. പക്ഷേ ഇത്തവണ വ്യത്യസ്തമായ ഒരു കഥയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കരിക്കകത്താണ്. ഇവിടെ ഒരു കള്ള് ഷാപ്പിൽ നിന്ന് പോയിട്ടുള്ളത് 30 ലിറ്റർ മദ്യമാണ്. 30 ലിറ്റർ മദ്യം കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കിട്ടിയതുകൊണ്ട് തന്നെ CCTVയുടെ ഹാർഡ് ഡിസ്ക് അടക്കമുള്ളവയാണ് കള്ളൻ കൊണ്ടുപോയിട്ടുള്ളത്. ഏകദേശം 75,000 രൂപയുടെ നഷ്ടമാണ് കടക്കാർ പറയുന്നത്. മോഷണം രസകരമാണെങ്കിലും പൈസ പോയിട്ടുള്ളത് ചേട്ടനാണ്. ഇപ്പോൾ ചേട്ടൻ തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ പറയാനായിട്ട്. എത്ര രൂപ ഏകദേശം നഷ്ടം കണക്ക് കൂട്ടുന്നുണ്ട്? 75,000 രൂപ വരെ നഷ്ടമുണ്ട്. നമ്മൾ മോണിറ്റർ, ക്യാമറയുടെ മോണിറ്റർ, ഹാർഡ് ഡിസ്ക്, പിന്നെ വൈഫൈയുടെ മോഡം, പിന്നെ കതവ് പൊളിച്ചിട്ടുണ്ട്. 30 ലിറ്റർ കള്ളെടുത്തോട്ട് പോയിട്ടുണ്ട്. ഇത് എത്ര മണിക്കാണ് നമുക്ക് അറിയത്തില്ല. നമ്മൾ രാവിലെ 8 മണി തൊട്ട് 8 മണി വരെയാണ് നമുക്ക് ഈ ഷോപ്പ് ടൈം. നമ്മൾ 8 മണിക്ക് അടച്ചിട്ട് പോയി. രാവിലെ നമ്മൾ 8 മണിക്ക് തുറക്കാൻ വന്നപ്പോഴത്തേക്കാണ് ഈ സംഭവം നടക്കുന്നത്. രാവിലെ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ മൊത്തം കള്ളും ആയിട്ട് നിന്ന്, പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ക്യാമറയും ഇല്ല, ഒന്നുമില്ല, എല്ലാം അങ്ങനെ ഇരിക്കും. വൈഫൈയും എല്ലാം എടുത്തോണ്ട് പൊക്കളാണ്. പിന്നെ പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ പൊട്ടിച്ചിട്ടിരുന്നു, കതവ് ചവിട്ടി പൊളിച്ച്. പിന്നെ ആസക്തിയുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കാം. അല്ലാത്തവരിത് കൊണ്ടുപോകില്ലല്ലോ. ഇവിടെ വേറെ കച്ചവടം ചെയ്യണവരുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും 30 ലിറ്റർ മദ്യം ഒരാൾ കുടിക്കുമോ? 30 ലിറ്റർ ഒരാൾ കുടിക്കില്ല. ഒന്നിൽ കൂടുതൽ പേരുണ്ടാവാനാണ് സാധ്യത. 30 ലിറ്റർ മാത്രം ഒരാൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിറകെ മതിൽ ചാടി വഴി പെരേടം വഴിയാണ് കയറി വന്ന് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ടെന്നാണ് നമ്മളെ അറിവ്. ഡെയിലി അടിക്കുന്ന ആരും സംശയമുണ്ടോ? എനിക്ക് സംശയമൊന്നുമില്ല. ഇവിടെ ആരും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണവരായിട്ട് നമുക്ക് അറിവൊന്നുമില്ല. പിന്നെ ആരുമായിട്ട് ഇപ്പോൾ ഇവിടെ ഉടക്കൊന്നും അങ്ങനെ ആരുമായിട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ ആരെയും നമുക്ക് അറിഞ്ഞുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. ഷാപ്പിൻ്റെ പിറകുഭാഗത്തുള്ള കതവ് ഇഷ്ടികക്കല്ല് ഉപയോഗിച്ച് ഇടിച്ച് തുറന്നുകൊണ്ടാണ് അകത്ത് കയറിയത്. അപ്പോൾ ഇവിടെ ഒരു കന്നാസിലാണ് ഈ പറയുന്ന കള്ള് വെക്കുക. അപ്പോൾ അതാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഒരു കന്നാസിൽ ഏറെക്കുറെ ഒരു 30 ലിറ്റർ കള്ളാണുള്ളത്. അപ്പോൾ ആ കള്ളാണ് കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും പോലീസ് ഈ പറയുന്ന പ്രതിയെ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പ്രദേശത്ത് പ്രദേശത്തെ പറ്റി അറിയാവുന്ന ആൾ തന്നെ ആയിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാകാനുള്ള സാധ്യതയുള്ളത്. കാരണം 30 ലിറ്റർ എന്തായാലും ഒരാൾ കുടിക്കാൻ സാധ്യതയില്ല. അതുപോലെ CCTV ഉണ്ട്. CCTV ദൃശ്യങ്ങളൊക്കെ മായ്ക്കപ്പെടാൻ വേണ്ടി തന്നെയാണ് ഈ പ്രതി നിലവിൽ ഇത്തരത്തിൽ ഹാർഡ് ഡിസ്ക് അടക്കം കൊണ്ടുപോയിട്ടുള്ളത്. മോണിറ്റർ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രായമുള്ള വ്യക്തിയാവാനാണ് സാധ്യത എന്നും പോലീസ് പറയുന്നുണ്ട്. ഗൂഗിളെ കള്ള് കട്ട കള്ളൻ അല്ലേ പറയുമ്പോൾ സൂക്ഷിക്കണം, ചിലപ്പോൾ വെള്ളി വീഴും. ഈ 30 ലിറ്റർ പറഞ്ഞ പോലെ ഇത് ഒരുപാട് ദിവസം സൂക്ഷിക്കും. മറ്റു മദ്യമല്ലോ, ഒരുപാട് ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ടീമായിട്ടായിരിക്കും. പിന്നെ അവിടെ വന്ന് ഈ കള്ളൊക്കെ രുചിച്ചിട്ടുള്ള ആൾ തന്നെ ആകാനാണ് സാധ്യത. പക്ഷേ കടക്കാരനിതിപ്പോൾ എല്ലാവരെയും സംശയത്തോടെ നോക്കാനും പറ്റില്ലോ വരുന്നവരൊക്കെ. അപ്പോൾ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുക അല്ലേ പോലീസിനെ കൊണ്ടൊക്കെ? പക്ഷേ തീർച്ചയായിട്ടും, അതായത് ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരു ഹൈവേയുടെ വശത്ത് തന്നെ ചേർന്നിട്ടുള്ള ഒരു ഷാപ്പാണ്. അപ്പോൾ ഈ ഷാപ്പ് മാത്രമല്ല, ഈ ഓണർക്ക് മറ്റ് കടകളുമുണ്ട്. അത് ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പ്ലേസുകളിലൊക്കെ തന്നെ ഉള്ള തരത്തിലുള്ള സീ ഫുഡ് അടക്കമുള്ളവ ഉണ്ടാക്കുന്ന കടകളൊക്കെ അടക്കമുള്ള ആളാണ്. അപ്പം നിരന്തരമായ ആളുകൾ ഇവിടെ വരുന്നു, ആസ്വദിച്ച് കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. മദ്യം കിട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണിത്. അപ്പം അതൊക്കെ കൊണ്ട് ഏറെക്കുറെ ഒരു ദിവസം തന്നെ 100-300-ലധികം ആളുകൾ വന്നു പോകുന്ന ഒരു കള്ള് ഷാപ്പാണ്. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഈ പറയുന്ന കടക്കാരൻ രാവിലെ ഒന്ന് തുറക്കുമ്പോൾ പുറകിലത്തെ വാതിൽ ഇടിച്ചു പൊളിച്ച അവസ്ഥയാണ്. അപ്പം മദ്യവും പോയിട്ടുണ്ട്. പിന്നെ CCTV അടക്കമുള്ളവ, വൈഫൈ മോഡം, പിന്നെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററും കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം പോലീസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രായമുള്ള ആളാണ്. ടെക്നോളജിയെ പറ്റി പോളിടെക്നിക് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ ടെക്നോളജിയെ പറ്റി അറിയാത്ത ആരോ ആണ്. കാരണം ചിത്രം കണ്ടതുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് പരിഭ്രാന്തനായിട്ട് ആ മോണിറ്റർ തന്നെ അടക്കം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം മദ്യത്തിന് വില എന്ന് പറയുന്നത് വെറും 8,000 രൂപയെ വരുള്ളൂ. പക്ഷേ ആ മോണിറ്റർ, വൈഫൈ മോഡം ഒക്കെ എന്തോ എവിടെയാണത് സ്റ്റോർ ചെയ്യുന്നതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയതെല്ലാം കൊണ്ട്, അതായത് തൻ്റെ ഫോട്ടോ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ തൻ്റെ ചിത്രം തെളിഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ സ്ക്രീൻ അടക്കം കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പം 75,000 രൂപയുടെ നഷ്ടം ആണ് ഇപ്പം നിലവിൽ കണക്കുകൂട്ടലുള്ളത്. അപ്പോൾ മദ്യം കൊണ്ടുപോയി, അതായത് രാത്രിയിൽ മദ്യപിച്ചിരുന്ന് അമിത മദ്യാസക്തി ഉള്ള ആരോ വീണ്ടും മദ്യപിക്കണം എന്നുള്ള തോന്നൽ കൊണ്ട് എടുത്തുകൊണ്ട് പോകാതെ ആവാനാണ് സാധ്യത. എന്തായാലും പ്രതിയെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ തേടുന്നുണ്ട്. അപ്പോൾ പോലീസ് ഇപ്പോൾ പറയുന്നത് നിലവിൽ പ്രായമുള്ള ആരോ ആയിരിക്കണം, പ്രായമുള്ള ആളായിരിക്കണം, കുട്ടികളൊന്നുമല്ല. സംഘത്തിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടാവാൻ
ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം 30 ശരിയാണ്. ലിറ്റർ എന്തായാലും ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടാവും. അല്ലെങ്കിൽ തൊണ്ടി മുതൽ ഒളിപ്പിക്കാൻ വേണ്ടി 30 ലിറ്ററൊക്കെ ഒറ്റയടിക്ക് കുടിക്കാന്ന് വെച്ചാൽ ആൾ പൂസായി കിടക്കുന്നുണ്ടാവും, എണീക്കാനേ സാധ്യതയില്ല. അപ്പോൾ പോലീസ് വേഗത്തിൽ കണ്ടുപിടിക്കട്ടെ. 8,000 രൂപയുടെ കള്ളിന് 10-50,000 രൂപയുടെ മറ്റ് സാധനങ്ങൾ കൂടി നശിപ്പിച്ച ഒരു കള്ളൻ. ശരി ഗോകുലെ.